ഒരാളൂടെ ഇറങ്ങാനുണ്ട്. ഗൗരി എടുത്തി ഇറങ്ങട്ടെ ഇറങ്ങട്ടെ. നല്ല ആളോ. ഇപ്പോഴേ തുടങ്ങിയോ മനരാജ്യം? എനിക്ക് വിശ്വാസമാവില്ലേ രാധേ. പൂമടത്തിലെ നന്ദഗോപാൽ സ്വാമി മാഷ് ചിലപ്പോ കളിപ്പിക്കാൻ പറഞ്ഞതാവോ? ഇങ്ങനൊരു കാര്യം പറഞ്ഞ് മാഷ് കളിപ്പിക്കൊന്നുമില്ല. ഇത്രയ്ക്ക് പേരും പ്രശസ്തിയുള്ള ഒരു IAS കാരൻ ഒരു പാവം മാഷിന്റെ മോളെ കല്യാണം കഴിക്കാന്ന് വെച്ചാ ആർക്കാ അറിയാത്ത പി എന്ന് പേര്? ഭാഗ്യം അങ്ങേർക്കാന്ന എന്റെ തോന്നല്. ഗൗരിയെടുത്ത് കിട്ടിയാ ഇനി വച്ചടി വെച്ചിട്ട് കേറ്റാവൂ. അത്രയ്ക്ക് അഹങ്കരിക്കാനൊന്നും ഞാനില്ല. ഇതിലെന്ത് അഹങ്കാരാ? ഭാഗ്യമുണ്ടെങ്കില് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാന്നുള്ള മോഹേ ഉള്ളൂ. പക്ഷെ ഒടുക്കം അത് വെറുതെ മോഹിക്കലാവോ? നോയിക്കോളൂ. ഗൗരിയെടുത്ത് കണ്ട നിമിഷം തന്നെ കൊത്തിക്കൊണ്ടു പോകും മിസ്റ്റർ നന്ദഗോപാൽ. PN എന്ന വലിയ ആള്. അതിനെ കണ്ടിട്ട് വേണ്ടേ? അതാ പറഞ്ഞത് ചെറിയവര് പറയുമ്പോ ചെവിട്ടില് കേൾക്കണോന്ന്. ഞാൻ എത്ര തവണ പറഞ്ഞതാ മഞ്ഞസാരി ഉടുക്കാനായിട്ട്. ഏടത്തേക്ക് ആളെ കണ്ടാലറിയോ? പിന്നെ നന്ദ, ആ കുട്ടിയോടെ കാത്തു നിന്നിട്ട് പോവും. പറഞ്ഞേക്കാം. വരുന്നു 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 വരുന്നു. മൂത്തവര് പറഞ്ഞ ആദ്യം എതിർക്കാന്നുള്ളതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഷാഠ്യം. നളൻ എന്ന് പറഞ്ഞ അപ്പൊ പുഷ്കരൻ എന്ന് പറയും. ആ കുട്ടി ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ചെക്ക് ഷർട്ട് ഇടാൻ സാവമാഷ് പറഞ്ഞത്. വേണ്ട കുട്ടി മാമേ, ആരും അറിയാണ്ട് ഞാൻ ആ കുട്ടി ഒന്ന് കണ്ടോട്ടെ. അമ്മുവിന്റെ കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടില്ലോ ഇതുവരെ. അമ്മുവിന്റെ കാര്യം നോക്കണം എന്ന് പറഞ്ഞ് ശരി തന്നെ. പക്ഷെ സ്വന്തം കാര്യം വേണ്ടാന്ന് വെച്ചിട്ട് വേണ്ടല്ലോ അത്. അമ്മുവിന്റെ കാര്യം ഇല്ലാണ്ട് എനിക്ക് വേറെ എന്ത് സ്വന്തം കാര്യം ഉള്ളത്? വാ, കയറി പോവാ. വന്നിട്ടില്ലായിരിക്കോ? ആ പൂച്ചയും കാണാനല്ലോ. ഏതായാലും കുറച്ചേരം നോക്കിട്ട് നമുക്ക് അങ്ങോട്ട് പോവാ. നിൽക്കണം മഞ്ഞസാരി. മാഷുടെ മോളാണല്ലേ? അതെ. ഞാൻ ശേഖരൻ നായര്, ഹംസം. ആ നിൽക്കലാണ് നന്ദഗോപാലൻ. കഴിയുന്നത്ര ഞാൻ പറഞ്ഞു നോക്കി ചെക്ക് ഷർട്ട് ഇടാൻ. അപ്പൊ ആള് വെള്ളം ചുപ്പിട്ടോട്ട് വരുന്നു. എന്താ ചെയ്യാ? പറഞ്ഞാ കേൾക്കണ സ്വഭാവം പണ്ടേ ഇല്ല. സാവുമാഷ് പറഞ്ഞിണ്ടാവൂലേ? ഏത് സാമി മാഷ്? അമ്മേ, ആനയെ കാണണെന്ന് പറഞ്ഞു. ഇനിയിപ്പോ ആനയെ കാണണ്ട, അമ്മയെ കണ്ടാ മതി. ഇവിടെ എന്താ പ്രശ്നം? തലയ്ക്ക് സുഖമില്ലാത്ത ആളാന്ന് തോന്നുന്നു. നീ വാ. അപ്പൊ സ്വാമി മാഷ് പറഞ്ഞ ആളല്ലേ? ഓരോരുത്തർക്കും ഓരോ അബദ്ധം പറ്റണത്. എന്തായി? സൈരന്ധ്രി എന്ന് വെച്ച് ചെന്നപ്പോ ബ്രഹന്തള കൂടെ ഒരു ആനക്കാരനും വഷളായി. ആ പൂച്ച വരട്ടെ, എന്നിട്ടാവും ബാക്കി പകർന്നാട്ടം. ഭഗവാനേ. സൂത്രം നമുക്ക് മാത്രമല്ലല്ലോ വശമുള്ളൂ. എന്നെ പറ്റിക്കാൻ അയാൾ ഇവിടെ വേഷം മാറി വന്നുകൂടാന്നില്ലല്ലോ, അല്ലേ വിട്ടുമാ? വെള്ളം എവിടെ പോയി? പോവാണോ? ബസ് വരാറായി. അത് പോയാ പിന്നെ 1 മണിക്കൂർ നിൽക്കണം. ഞങ്ങൾ പോണം. ഞാൻ വരാൻ ഇത്തിരി വൈകി പോയി. നന്ദോപാലിനെ കണ്ടുവോ? താനെന്തൊരു പൂച്ചയുടെ പൂച്ച. പറയണ വാക്കിന് വ്യവസ്ഥ വേണം. 2-ാം മൈലിലെ വളം അങ്ങോട്ട് തിരിഞ്ഞുട്ടേ ഒട്ടി ടയറേ. ഇപ്പതേ നേരെ ഇത്രയായി. മാഷയുടെ മകൾ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. കണ്ടില്ലേ? കണ്ടു കണ്ടു കണ്ട് ഇളിഭരായി. 5 വയസ്സുള്ള ഒരു കുട്ടി. എവിടെ? ഒക്കത്ത്. അയ്യോ, 5 വയസ്സുള്ള കുട്ടി ഒക്കത്തോ? അപ്പൊ കുട്ടിയെ കണ്ടില്ലേ? ആനയെ കാണാൻ പോയിട്ട് അമ്മയെ കാണാൻ വന്ന കുട്ടി. അപ്പൊ പെൺകുട്ടിയെ കണ്ടില്ലേ? അത് അതെ അതെ, ആ ബസ്സിൽ കയറുന്ന കുട്ടിയാണ്. കുട്ടിയമ്മേ, പെണ്ണിനെ കണ്ടോ? ഓ പിന്നെ കണ്ടു. ആന കുട്ടി അല്ല, അതെ, ആനയെ കാണാൻ പോയ കുട്ടിയുടെ അമ്മയെ കണ്ട് നന്ദ തെറ്റിദ്ധരിച്ചു ഇല്ലാന്ന് പറയാൻ പോയിരുന്നു. നന്ദ, നന്ദ, കണ്ടിട്ട് ഇഷ്ടായോ? ഇഷ്ടായോന്ന്? നന്ദ, നിക്കേ നിക്കാൻ. ഓ, കേക്കുന്നില്ലേ? നീ കുറച്ചു അപ്പുറത്ത് വരിക, എനിക്ക് ഇത്ര എഴുതാനുണ്ട്. ഹായ്, അപ്പോഴേക്ക് തുടങ്ങിയ കത്തെഴുതല്? കത്തൊന്നുമല്ല, ഒരു ആർട്ടിക്കിളാ. ആർട്ടിക്കിളൊക്കെ പിന്നെ ആദ്യം ഇത് പറ. വെളുത്തിട്ടാണോ? വെളുത്തിട്ടാണോന്ന്? മെലിഞ്ഞിട്ടാണോ?
ധൈര്യമുണ്ടോ? ഛെ, ഇങ്ങനെ നത്തിന് പോലെ മൂളാതെ വാതൊന്നും പറയുന്നെന്താ? നീണ്ട മൂക്കാണോ? വയറിന് എത്രയുണ്ട്? തുമ്പിക്കേ പോലെ. നന്ദാ, തമാശ കളി വേണ്ട. പറ, നീണ്ട മൂക്കാണോ? കുറച്ച് നീണ്ടിട്ടാ. നിറയെ മുടിയുണ്ടോ? പിന്നെ തുടങ്ങി മൂളാൻ. ഉണ്ടോ ഇല്ലയോ? പിന്നെ മുടിയില്ലാണ്ടിരിക്കോ? ശരി 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 ശരി. നുണക്കുഴിയുണ്ടോ? അങ്ങനെ സൂക്ഷിച്ചൊന്നും നോക്കിയില്ല. അതൊന്ന് സൂക്ഷിച്ചു നോക്കാഞ്ഞേ. ദേ ഇങ്ങനെ തന്നെയല്ലേ ഗൗരി? ഗൗരി സുന്ദരി കേട്ടോ. ആ നന്ദൻ വേറെ വരച്ചു, എന്നിട്ടൊരു പത്രക്കാർക്ക് അയച്ചു കൊടുക്ക്. PG വുഡൌസിന്റെ ചില കഥാപാത്രങ്ങളാ വേഷം മാറിപ്പോട്ടി ചമ്മുന്നവര്. ചമ്മിയത് ഞാനല്ല. അത് മനസ്സിലായി. എന്റെ വുഡ് ബി ബ്രദറിലോ കക്ഷി ഞാൻ കണ്ടല്ലേ, അസല് ബുദ്ധിജീവിയാ. പക്ഷേ ബുദ്ധിജീവിയുടെ പെട്ടെന്ന് ചമ്മും. അത്രയ്ക്കൊന്നും കളിയാക്കണ്ട. ഓ നൊന്തോ? ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ കല്യാണം നീ കഴിഞ്ഞായിരിക്കും. പോടാ. ദേ നിനക്ക് ഇഷ്ടമുള്ള ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗൗരി എടുത്തിട്ട് കൈകൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല സ്വാദാ. സോപ്പ് ഒന്നും ഇടണ്ട മോനെ, കഴിക്കും. ഗൗരി എടുത്തേ. അതിങ്ങനെ എടുത്തിട്ട് ഇല പൊളിച്ചിട്ട് ഇങ്ങനെ വച്ചു തരുമോ? ചെറിയ കുട്ടിയെന്ന് ഇപ്പോഴും വിചാരം. പെണ്ണ് കെട്ടിക്കൊണ്ട് വരാറായി. വേണം. ആ IAS വന്ന് ഗൗരി അടുത്ത് കൊണ്ടുപോയിട്ട് വേണം എഞ്ചി ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഓ സഭ തുടങ്ങി. ഇന്നെന്താണോ വിഷയം? വിദ്യാർത്ഥി രാഷ്ട്രീയം. കേറി വരുമ്പോ ചില കമന്റ്സ് ഒക്കെ കേട്ടു. ഓ ദേ നീ ഇലയുടെ അവിടെ കൊണ്ടേ കൊടുക്ക്. അല്ല, ഇലയുടെ എല്ലാവർക്കും തകയോ? രാത്രിയിലത്തേക്ക് പറഞ്ഞാൽ എനിക്ക് വേണം കേട്ടോ. കൊണ്ടേ കൊടുക്കടാ. ഓ അതെ, ഇങ്ങനെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നാവും. കഴിയും. ഗൗരിയത്തെ കുറിച്ച് ആലോചിച്ചാൽ മതി. ആ മുഖത്തെ സന്തോഷം കണ്ടപ്പോ ദൈവം നിശ്ചയിതാവും. അതിനെ എതിർക്കാനുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല. നീ വെറുതെ തത്വജ്ഞാനം പറയാണ്. സ്വന്തം കാര്യം ആലോചിക്കണ്ടേ? ചിലപ്പോ സ്വന്തം കാര്യം മാത്രം ആലോചിച്ചാല് ഇല്ലാണ്ടാവണത് ഗൗരിയത്തിന്റെ ജീവിതമല്ലേ? സ്നേഹത്തിന് ഇങ്ങനെയും ചില രീതികളുണ്ട് വേണോട്ടാ. അകലം പഠിക്കേണ്ട രീതികള്. അപ്പോ നമ്മുടെ സ്നേഹത്തിന് ഒരു വിലയില്ല? സ്നേഹത്തിന് എന്നും വിലയുണ്ട്. ഏട്ടനും അനിയത്തിയും തമ്മിൽ സ്നേഹം ഉണ്ടാവില്ലേ? സുഹൃത്തുക്കൾ തമ്മിൽ സ്നേഹം ഉണ്ടാവില്ലേ? എന്തിന് ഒരു തീവണ്ടി മുറിയിൽ ഒന്നിച്ച് സഞ്ചരിക്കുന്നവർ തമ്മിലും സ്നേഹം ഉണ്ടാവില്ലേ വേണോട്ടാ? സ്നേഹത്തിന്റെ വില കൂടുക സ്വാർത്ഥതയില്ലാത്തപ്പോഴാ. ഇനി വേണോട്ടന്റെ അനിയത്തിയ രാധ, അതും എന്റെ ഭാഗ്യ. പിന്നെ ആ മഹാരാജാവ് ആ കാടിനകത്ത് പോയി. നീ ഇവിടെ ഒന്ന് കളിച്ചു നിൽക്കുക. ഉമ്മാർക്ക് ആ ചായ ഒന്ന് കൊണ്ടുപോയി കൊടുക്കുക. അതിനവിടെ അയാൾ വന്നിട്ടില്ലല്ലോ. പൂച്ചമാഷും ഒരു വയസ്സിനല്ലേ ഉള്ളൂ. അവർക്ക് വല്യം കൊടുത്താ മതി. പറയണോ ഒന്ന് കേക്കോ അമ്മേ. എന്ത് കഷ്ടം ഇത്. ചിനുവിന് വാ, ചായ കൊണ്ട് കൊടുക്കാം. അവരൊന്നും വേണ്ട. നീ വല്യമ്മ പൊയ്ക്കോളൂ, ഞാൻ വന്നോളാം. പോ. എന്തായാലും വേണുവിനൊന്ന് വരായിരുന്നു. ഇങ്ങനത്തെ ചടങ്ങിലൊന്നും അവന് വിശ്വാസം ഇല്ലാന്ന് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യേ. പിന്നെ ഞാൻ പറയുന്നതിനപ്പുറം ഇല്ല അവൻ. അമ്മൂ ദാ വരണോ. കുട്ടി വരുന്നുണ്ട്. നഖശിഖാന്തം കണ്ടോളൂ. എന്താത് അമ്മ ഇവിടെ? ഞാനിവിടെ ഉണ്ട്. എല്ലാവർക്കും ചായ കൊടുക്ക. എന്റെ അച്ഛൻ്റെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാണണം, സംസാരിക്കണം എന്നൊക്കെ ഉണ്ടാവും. ആ അമ്മൂനെ കാണണമെന്നോ മറ്റോ ഉണ്ടാവോ? കാണുന്നൊക്കെ നല്ലതാ, സംസാരിക്കുന്നത് നല്ലതാ. നന്ദൻ കണ്ടാലും മതി. രാഘവ മാഷ് പറയണതിലും കാര്യമുണ്ട്. ജാതകത്തിൽ പ്രശ്നമുള്ളപ്പോ നന്ദന്റെ കല്യാണം ചിങ്ങത്തി അടക്കട്ടെ. അമ്മുന്റെ കല്യാണമാണ് ആദ്യം നടക്കേണ്ടത്. എനിക്കും അത് തന്നെയാ താല്പര്യം. പക്ഷെ ജ്യോത്സ്യന്മാരിങ്ങനെ പറയുമ്പോ ഒന്നല്ല 3 ആളെ കാണിച്ചു ഞാൻ. എന്നാ ചിങ്ങത്തി 2 നടത്താം. വേണുവിന് ഒരൊറ്റ നിർബന്ധമേ ഉള്ളൂ, ജോലി കിട്ടിയിട്ട് മതി കല്യാണം. അവൻ പറയണത് ശരിയാണല്ലോ. അമ്മൂന്റെ കല്യാണം ഏതായാലും ഇവിടെ വെച്ചിട്ട് തന്നെ വേണം. മാഷക്ക് മാഷയുടെ കല്യാണം അവിടെ വെച്ചിട്ട് വേണമെന്നുണ്ടാവുമല്ലോ. അതെ അതെ, എനിക്ക് ഒന്നല്ലേ ഉള്ളൂ. നന്ദന്റെ കല്യാണം ഇവിടെ വെച്ച് നടത്തണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കണമെന്ന് ശരിയല്ല. എല്ലാരും അങ്ങനെ പറയാണെന്ന് വെച്ചാ ഞാനൊന്നുകൂടെ ആലോചിക്കട്ടെ. 2 കല്യാണങ്ങൾ തമ്മില് 2-3 മാസത്തെ ഇട ഉണ്ടാവുന്നത് ഒരു കണക്കിന് നല്ലതാണ്. അത് സത്യം. അപ്പോ ഞങ്ങൾ ഇറങ്ങുക. 3-4 മാസം എന്നുള്ളത് ഇതാന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് പോകും. ഇവിടെ ഇപ്പൊ ഒരുക്കങ്ങൾ തുടങ്ങാറായി അല്ല? എന്താ ഒരു ആലോചന?
അമ്മുവിന്റെ സൂക്കറിന്റെ കാര്യം അവരോടൊന്ന് പറയണ്ടേ? അതിനിപ്പോ അവളൊക്കെ എന്താ ഒരു സൂക്കടുള്ളത്? ഗുളിക കഴിക്കണ കാര്യമാണോ? 4 കൊല്ലം കഴിച്ചാൽ മാറുന്നല്ലേ ഡോക്ടർ പറഞ്ഞ്. ഇനി 2-3 മാസം കൂടി കല്യാണം ആവുമ്പോഴേക്കും മുഴുവനും മാറും. അതൊക്കെ ശരി തന്നെ. എന്നാലും ഒരെന്നാലും ഇല്ല. നമ്മൾ നുണയൊന്നും പറയണില്ലല്ലോ. മുത്തിരിക്കാട്ടില് സീതയുടെ സ്ഥിതി എന്തായിരുന്നു? എന്നിട്ട് ഇപ്പോഴോ കുട്ടികൾ 3 വല്ല തകരാറുണ്ടോ? നേരത്തെ പറഞ്ഞു എന്ന് വെച്ചാല് എനിക്കൊരു സമാധാനാവും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ. എന്താണാവോ? ഇപ്പൊ ഇല്ലാത്ത ഈ സൂക്കിനെ പറ്റി എന്തിനാ ഈ വെറുതെ പറയണത്? അത് പറഞ്ഞിട്ട് ഈ ആലോചന വെറുതെ മുടക്കണോ? മുടങ്ങുമെന്ന് വെച്ചാ മുടങ്ങട്ടെ. നമ്മൾ പറഞ്ഞു പറ്റിച്ചു നാളെ പറയാൻ ഇടവരരുത്. നന്ദാ, ദൈവം സഹായിച്ച അവൾക്ക് ഒരു അസുഖവും ഇല്ല. എല്ലാരും കൂടി പറഞ്ഞുണ്ടാക്കാൻ ഞാൻ മതി. മോഹിനിക്ക് എഴുതിയില്ലോ. ചന്ദ്രമതിക്കൊന്ന് അയക്കാം. വരുമൊന്നും ഉണ്ടാവില്ല അത്ര ദൂരത്തുനിന്ന്, എന്നാലും അയക്കണം. അച്ഛൻ തന്ന ലിസ്റ്റിലൊക്കെ എഴുതി കഴിഞ്ഞു. എനിക്ക് എവരിടത്തിലൂടെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ, ആയി. നിനക്ക് വേണ്ടേ? 10 രൂപ മതി. ഒരു 20 അവന് കൊടുത്തേക്ക്. ഇവന്റെ പെണ്ണിനെ കാണാൻ തിരക്കായി എനിക്ക്. പരമനുള്ളത് കൂടെ ഇതിലുണ്ട്. കള്ളു കുടിച്ച് കറങ്ങി നടക്കണ്ടേ? കുട്ടിമാമയെ ഒന്ന് സഹായിക്കാൻ പറയും കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ. ശരി, വരും മക്കളെ, വാ. എനിക്ക് സെലക്ഷൻ ഒന്നും അത്ര നിശ്ചയമില്ല. കല്യാണപ്പടവോ മദ്രാസിൽ നിന്ന് വരുത്തിച്ചതാ. എന്നെ വിളിക്കായിരുന്നില്ലേ തുണി എടുക്കാൻ പോകുമ്പോ? എന്നാ നിനക്ക് ഇഷ്ടായില്ലേ? കുട്ടിമാവയുടെ ഭാര്യ ചിലപ്പോ കേൾപ്പിച്ചു വരും. ആ ചെക്കനെങ്കിലും പറഞ്ഞയക്കാണ്ടിരിക്കില്ല. കാശ് എത്രയാച്ചാ കൊടുത്തേക്കാം, അവരെ ഇഷ്ടത്തിന് വാങ്ങിക്കോട്ടെ. ഇതും ഇട്ടോണ്ട് ഞാൻ കല്യാണ പന്തലൊരു വിലസലുണ്ട്. കല്യാണ പന്തല്ലോ? ഇവിടെ ഒരാളതാ. നീ എങ്ങനെ കല്യാണത്തിന് വരിക? പിന്നെ അങ്ങോട്ട് കയറി ചെല്ലേണ്ട പെണ്ണല്ലേ നീ? അതിന് മുമ്പ് അങ്ങോട്ട് പോവാ? ഇതാ ഇപ്പൊ അസലായത്. നന്ദന്റെ ഒരേ ഒരു അനിയത്തിയെ പുന്നാരി പെങ്ങളെ കല്യാണത്തിന് കൊണ്ടുപോയില്ലേ നന്ദ? അതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. മൂത്തർ പറഞ്ഞ അനുസരിക്ക്. ആ വീട്ടിലെ പെണ്ണിനെ കല്യാണം കഴിക്കുന്നുണ്ട്. എനിക്ക് നന്ദന്റെ കല്യാണത്തിനോട് വരാൻ പറ്റില്ലെന്ന് അല്ലേ? ആ, അത് തന്നെ. എന്നാ നന്ദൻ വേറെ കല്യാണം കഴിച്ചോട്ടെ. വീട്ടിൽ തന്നെ പറയാതെ. ഞാൻ പറയണത് എപ്പോഴും വിട്ടിത്തം, ഞാൻ ചെയ്യേണ്ടത് എപ്പോഴും വിട്ടിത്തം. ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ അല്ലേ മൂസേ വരുന്നേ? നിങ്ങൾ എങ്ങോട്ട് വേണേലും വന്നോ പൊയ്ക്കോ, എനിക്കെന്താ? എന്നെ കൂട്ടാതെ കല്യാണത്തിന് പോയാലേ അപ്പൊ കാണാൻ അങ്ങോട്ട് സ്വഭാവം. അബദ്ധാവോ? പിന്നെ അബദ്ധാവും, അല്ലെങ്കിൽ അബദ്ധാക്കും. ഞാൻ അമ്മൂന്റെ അടുത്ത കളിക്കുന്നത്. ഞാൻ കല്യാണത്തിന് വരണ്ട പോലും. ഗോമതിയമ്മായി, കുറച്ച് മുല്ലപ്പൊടി തരൂ. കൊണ്ടുവരണോ? ഗൗരിയടത്തിന് മുടിയിൽ എത്ര പൂവിച്ചാലും തികയില്ല, അത്രയ്ക്ക് മുടിയുണ്ട്. നീ അതും ഇതും പറഞ്ഞ് കണ്ണു പെടണ്ട അവക്ക്. എല്ലാവരും വിളിച്ചിരുത്ത്. ഇത് റെഡി ആയില്ലേ? ചെക്കനും കൂട്ടരും എത്തി. ആ അതാ റെഡി. എന്നവാ നീ പോയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നോളാം. വെള്ളത്തും താലം എടുക്കാനുള്ള കുട്ടികളവിടെ അവിടെ ഉണ്ട്. താലം വിളിക്കോടെ. ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞ കഷ്ടം. നടക്ക അങ്ങോട്ട്. ഇനി വലതുകാലം വെച്ച് കയറിക്കോളൂ. അമ്മ എവിടെ? പറയുമ്പോളെ അവളെവിടെ? വേളാച്ചി, അമ്മ എവിടെ? കണ്ടില്ലല്ലോ. ഇത് എപ്പോഴും ഇങ്ങനെയാ, ആവശ്യമുള്ളപ്പോ കാണില്ല. ഒരു ചൊല്ലുണ്ടല്ലോ, പട്ടിയുടെ മൂത്രം മരുന്നിന് തന്ന. എന്റെ ഈശ്വര, അമ്മോ എവിടെ? അമ്മോ. അന്നേ പറഞ്ഞത് അവള്. അമ്മോ, അമ്മൂട്ടിയെ. ചിന്നു, അമ്മുക്കുട്ടി എവിടെ മക്കളെ? ഞങ്ങൾ കണ്ടില്ല. രാവിലെ ഗന്ധർവൻ കാവിലേക്ക് വരുന്നുണ്ടോന്ന് ചോദിച്ചിരുന്നു. അമ്മ പറഞ്ഞില്ലേ പോണ്ടാന്ന്. എന്റെ ഈശ്വര, അമ്മുക്കുട്ടി. അമ്മോ, 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 എപ്പട്ട അമ്മോ, അമ്മുക്കുട്ടി. അമ്മുക്കുട്ടി. അമ്മൂനെ കാണില്ല. വാ വാ ഗൗരി. നന്ദാ, അമ്മൂടാ അവിടെ ഉണ്ട്. കേറി വാ അമ്മു. വേണ്ട, എന്നോടൊന്നും മിണ്ടണ്ട. എനിക്ക് ആരും കാണാൻ വേണ്ട.
പേടിപ്പിച്ചു കളഞ്ഞല്ലോ നീ. വാ. പൊയ്ക്കോന്റെ മുമ്പിൽ നിന്ന്. ഒരു വലിയ കല്യാണക്കാരൻ. ഞാൻ കല്യാണത്തിന് വന്നാ ഭൂമി വളർന്നു പോവുമല്ലോ. വാ മോളെ. വിടാൻ. അമ്മ നിക്ക്, പറയുന്ന കേക്ക്. വിടാനല്ലേ പറഞ്ഞത്? എത്ര കെഞ്ചി പറഞ്ഞതാ എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന്. എന്നിട്ട് രാവിലെ പോകുമ്പോ യാത്ര പോലും പറയുന്ന ഒറ്റ പോക്ക്. അത് ഞാൻ മോളെ. വേണ്ട, മിണ്ടി പോകരുത്. എന്താ എന്നോട് പറഞ്ഞിരുന്നത്? ഒരേ ഒരു അനുജത്തിയല്ലേ, നീ ഇല്ലെന്ന് മറ്റേതാണ് മറുത്തതാണ്. എന്നിട്ട് സ്വന്തം കാര്യം ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ വാശ പിടിച്ചാലോ അമ്മു? വല്യമ്മ മിണ്ടണ്ട ഒന്നും. പറ്റിനുണ്ടൊക്കെ ഞാൻ കണ്ടില്ലേ കൊണ്ടുവന്നിരിക്കുന്നത് മരം മോന്തയായിട്ടൊരു സാധനത്തിന്. എന്താ അത്? ഗൗരി, നന്ദന്റെ കൂടെ മുകളിലേക്ക് വെക്കോളൂ. അമ്മു ഇങ്ങോട്ട് വരൂ, ഒരു കാര്യം വരാം. വാ മോളെ.